ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2024 മോഡൽ ഇന്നോവ ഹൈക്രോസിലെ GX ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻ്റാണ്. നമ്മൾ GX വേരിയൻറ്റിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചധികം ആൾക്കാർ പറഞ്ഞൊരു കമൻറ്റായിരുന്നു GX ഓപ്ഷണലിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. ഇത് GX ഓപ്ഷണൽ 8 സീറ്റർ വാഹനമാണ്. ഹൈക്രോസിലെ നോൺ ഹൈബ്രിഡ് വാഹനങ്ങളിൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നോവ ഹൈക്രോസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ ഒരു GX ഓപ്ഷണൽ വേരിയൻ്റാണ്. എന്തുകൊണ്ടാണ് ഇതിനെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വേരിയൻറ്റിൽ ടൊയോട്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈക്രോസ് GX ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് GX, VX, ZX എല്ലാ വേരിയൻറ്റുകൾക്കും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ബേസ് വേരിയൻറ്റ് ടു ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഒരു വേരിയൻറ്റിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹൈക്രോസ് മേടിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന ഒരു വേരിയൻ്റ് ആയിരിക്കും. ഇത് മേടിച്ചിട്ട് നിങ്ങൾക്ക് VX-ലേക്കോ ZX-ലേക്കോ ഏത് വേരിയൻറ്റിലേക്കോ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ ബെസ്റ്റ് വേരിയൻറ്റ് നമുക്ക് GX ഓപ്ഷനിൽ വിളിക്കാം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ ടൊയോട്ട കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ മറ്റ് എക്സ്റ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ യൂണിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്ക് LED ഒരു പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്ക് ഹാലജൻ ആയിട്ടുള്ള 10 ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അത് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റൈഡ് ചെയ്യാം. അതിനോട് താഴെ നമുക്കൊരു LED പ്രൊജക്ടർ ടൈപ്പായിട്ടുള്ള ഫോഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലും നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇത്രയും വലിയ വാഹനം ആയതുകൊണ്ട് പാർക്കിംഗ് സെൻസർ അത്യാവശ്യമാണ്. പിന്നെ ഈ GX ഓപ്ഷണൽ വേരിയൻറ്റിൽ 360 ക്യാമറ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്യാമറ ലെൻസും കാണാം. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ഗൺ മെറ്റൽ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനം തരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ശരിക്കുള്ള ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക. ഏകദേശം 4755 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. വീൽ ബേസ് മാത്രം 2850 വരുന്നുണ്ട്. അത്രയും വീൽ ബേസ് ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ സ്പേസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് ആണെങ്കിൽ 1785 വിഡ്ത്ത് 1845 വരുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേന്നല്ല, നമ്മുടെ ഇന്നോവനേക്കാളൊക്കെ വളരെ വലിയൊരു വാഹനമാണിത്. ഇനി നമ്മുടെ ടയറിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന് ഇത്രയും ചെറിയ ടയറുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും യോജിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇതൊരു 205/65/16 ആണ് ടയർ സൈസ് വരുന്നത്. നമ്മുടെ ബ്രസേനേക്കാളും ചെറിയ ടയറുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു അലോയ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. നമുക്ക് നടുക്കൊരു ടൊയോട്ട ലോഗോ കാര്യങ്ങൾ വരുന്നു. ഈ ഹൈക്രോസ് ഈ വേരിയൻറ്റ് മേടിക്കുന്നവർ എന്താണെങ്കിലും ഒരു 17 ഇഞ്ച് ഒരു 215 സെഷൻ ടയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് ഈ വാഹനത്തിന് ഒരു എന്താ പറയുക ഒരു ലുക്ക് കിട്ടുള്ളൂ. ഇനി 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറയുടെ ലെൻസ് കാണാം. LED ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇതിൽ കില്ലസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. സൺ റൂഫ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞതിൽ വശങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈക്രോസിൻ്റെ എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ബാക്കിൽ നിന്ന് സിമിലറാണ്. ആകെയുള്ളൊരു ഡിഫറൻസ് വരിക ഇവിടെ ഒരു ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ വൈപ്പർ ആൻഡ് ഡിഫോറോടുകൂടിയ ഗ്ലാസ്സുകളാണ്. നടുക്ക് ടൊയോട്ടയുടെ ഒരു ലോഗോ, ഇവിടെ ഹൈക്രോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്. ഇത് ഏത് വേരിയൻ്റ് ആണെന്നുള്ള ബാഡ്ജിങ് ഒന്നും ബാക്കിൽ വരുന്നില്ല. ഇനി ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ടെയിൽ ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലും ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റും ഇത് 10 ഇൻഡിക്കേറ്റേഴ്സും. ഈ 2 യൂണിറ്റ് നമുക്ക് ഹാലജനായിട്ടും ഇതൊരു LED ആയിട്ടും കൊടുത്തിരിക്കുന്നു. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗമൊന്നുമില്ല. ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ആ ബാക്കിൽ ബെമ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ വാഹനത്തിന് 360 ക്യാമറ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ക്യാമറ നമുക്ക് ലോഗോനോട് ചേർന്ന് കൊടുക്കും. ആ ക്യാമറയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 3 റോ നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം 300 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം ഒരു 2-3 ബാഗൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസ് കാണുന്നുണ്ട്. നമുക്ക് 3 പേർക്ക്, ഇത് 8 സീറ്റർ വാഹനമാണ്. 3 പേർക്കും ബാക്കിൽ 3rd റോയിലും 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. 2nd റോയിലും 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ്. ഹെഡ് റെസ്റ്റ് യൂസ് ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത് വാഹനത്തിൻ്റെ താഴെയാണ്. ആ ഒരു സെയിം സൈസായിട്ടുള്ള സ്പെയർ വീൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈസിലി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3rd റോ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം
900 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് തേർഡ് പാസഞ്ചേഴ്സിനുള്ള സീറ്റ് ബെൽറ്റ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. മറ്റ് 2 പാസഞ്ചേഴ്സിനുള്ള സീറ്റ് ബെൽറ്റും നോർമലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ GX വേരിയൻറ്റിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജിംഗ് പോർട്ട് വരുന്നില്ല, കപ്പ് ഹോൾഡേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് പാസഞ്ചേഴ്സിനും ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാം. നമുക്ക് മൂന്നാമത്തെ പാസഞ്ചേഴ്സ് AC വെൻസ് അവിടെ ടോപ്പിലായിട്ടാണ് വരുന്നത്. 2 സൈഡിലേക്കുള്ള AC വെൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിട്ട് ഒരു വേരിയൻ്റ് ആയിട്ടാണ് നമുക്ക് GX പറയാൻ പറ്റുക. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഒരു സെൻറ്ററിലൊക്കെ ആണെങ്കിലും ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ലെതർ ഫിനിഷാണ് വരുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ബ്ലാക്ക് ആൻഡ് ഒരു ബേജ് കളർ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഈ ടോപ്പ് വശം പക്ഷേ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡോർ ഹാൻഡിൽസ് ആ ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോളാണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്. ഇനിയും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലെല്ലാം ഒരു പ്രീമിയം ഫീൽ കിട്ടാനായിട്ട് ഒരു സിൽവർ ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഹൈക്രോസിൽ ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. GX ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഇന്റീരിയർ പ്ലസ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡാഷ്ബോർഡ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്ത ഒരു പ്രീമിയം ഫീൽ കാര്യങ്ങൾ തരുന്നുണ്ട്. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഫോൺ കൺട്രോൾസ് മാത്രമാണ് വരുന്നത്. ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഈ ഒരു വലതുവശത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളാണ്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റ് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്ററും സ്പീഡോമീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗ് ആയിട്ടാണ്. നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ഇതിനകത്ത് 2 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്, ഈക്കോ ആൻഡ് നോർമൽ. നമ്മൾ ഈക്കോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ കൺസോളിൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്കോ മോഡിൽ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാൻ പറ്റുന്ന ഒരു സെൻട്രൽ സ്ക്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വലിയ ക്ലാരിറ്റി ഒന്നും പറയാനില്ലെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ എന്ന് പറയാം. മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം വലിയ മോശമില്ല. നല്ല സ്പീക്കറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഫിസിക്കൽ ബട്ടൺസ് കാണാം. ഇതിനകത്ത് നമുക്ക് 360 ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെൻട്രൽ കൺസോളിലെ വ്യൂ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 360 ക്യാമറ കാണാം. വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ജസ്റ്റ് ലെറ്റ് ദ ജോബ് ഡൺ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത് റിവേഴ്സിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ആ റിവേഴ്സ് ഗിയർ, റിവേഴ്സിൽ പാർക്കിംഗ് ഒരു 360യുടെ ഒരു വ്യൂവും കാണാനായിട്ട് പറ്റും. പിന്നെ അഡാപ്റ്റീവ് ഗിയർ ലെൻസ് കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ AC വെൻസിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതിൻ്റെ ഒരു ബട്ടണുകൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. ഇതിനകത്ത് ഓട്ടോമാറ്റിക് CVT മാത്രമാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ 360 വ്യൂ ബട്ടൺ കാണാം. നമുക്ക് ഇലക്ട്രോണിക് പവർ ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഹൈൽ ഹോൾഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഈക്കോ മോഡ്, ട്രാക്ഷൻ കൺട്രോൾ, ഇത്തരം ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷണലായിട്ട് കീ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് കൈയൊക്കെ വയ്ക്കാൻ പറ്റുന്ന സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ടച്ച് ആണ്. അകത്ത് ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത് കൂൾഡ് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല, നോർമലാണ്. ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവേഴ്സ് എടുത്തു പറയേണ്ടതാണ്. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. ആ ഒരു ഇന്റീരിയറിന് കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു അപ്പോൾസറി കാര്യങ്ങളാണ് വരുന്നത്. ഫാബ്രിക് സീറ്റുകളാണ്, ലെതർ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇനി സീറ്റ് ബെൽറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ GX ഓപ്ഷണൽ വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻറ്റർ IRVM നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിൽ നമുക്ക് ഫീച്ചേഴ്സും മറ്റേ റീഡിംഗ് ലൈറ്റ് ആണെങ്കിലും ഒരു ഹാലജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. വിത്ത് മിററോട് കൂടിയ സൺവൈസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു വേരിയന്റ് ആണിത്. നമുക്ക് ഇവിടെ ആയിട്ട് അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാൻ ഡാഷ്ബോർഡിൽ. അതിനോട് ചേർന്ന് നമുക്ക് ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു 6 ലിറ്റർ ഒക്കെ ആയിരിക്കും ഗ്ലോ ബോക്സിന്റെ സൈസ് വരിക. അങ്ങനെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട്. മൊബൈൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും അത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള
എന്നാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാബിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തും ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല്. ബാക്ക് സീറ്റിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് കൈയെല്ലാം വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാക്ക് സീറ്റ് മാക്സിമം പുറകോട്ട് ഇറക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും മാസീവായിട്ടുള്ള ഒരു സ്പേസാണ് ഈ വാഹനത്തിൻ്റെ അകത്തുള്ളത്. നമുക്ക് സീറ്റ് സ്ലൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിവർ കൊടുത്തിരിക്കും. ലിവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സ്ലൈഡ് ചെയ്യാം. ഈ ലിവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ആംഗിളും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ബാക്കിലെ യാത്രക്കാർക്കും സെപ്പറേറ്റ് AC കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫാൻ സ്പീഡ് കാര്യങ്ങളും ഓട്ടോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി ലെഗ് റൂമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാസീവായിട്ട് കിടക്കാനുള്ള സ്പേസിൻ്റെ ലെഗ് റൂം തരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്പേസാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് AC വെൻസ് കാണാം. ആണെങ്കിലും ഹെഡ് റൂം ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 30-35 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഷോൾഡർ ഒന്നും ടച്ച് ചെയ്യാണ്ട് 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ഈ വാഹനം തരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. റീഡിംഗ് ലൈറ്റും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3rd റോ പാസഞ്ചേഴ്സിലേക്ക് നമുക്ക് ഈ 2 സീറ്റും ഫോൾഡ് ചെയ്താലും നമുക്ക് ബാക്കിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് സീറ്റിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിൽ 3 പേര് ഇരിക്കുന്ന സമയത്ത് ഈ സീറ്റ് നമ്മളൊന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ബാക്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഹൈക്രോസ് GX ഓപ്ഷണൽ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടെയാണ് ഈ വാഹനം വരുന്നത്. ഇതിന്റെ തൊട്ട് താഴെയുള്ള GX വേരിയന്റിൽ നമുക്ക് 2 എയർ ബാഗാണ് വരുന്നുള്ളൂ. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ GX ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. 2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 172 HP പവർ തരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയാം. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇതിനകത്ത് 16.13 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 10നും 12നും എനിക്ക് ആവറേജ് മൈലേജ് തരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണിത്. ഇതിൽ നിങ്ങൾക്ക് ഹൈക്രോസിലെ എല്ലാ വേരിയന്റുകളിലും നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. CVT അല്ലാതെ മാനുവലിന്റെ ഓപ്ഷൻ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. GX ഓപ്ഷണൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് 8 സീറ്റർ വേരിയന്റ് ആണ്. 8 സീറ്റർ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 27,46,000 രൂപയാണ്. അതിനകത്ത് ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടി ഏകദേശം ഒരു 27 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇനി ഇതിലൊരു 7 സീറ്റർ വേരിയന്റ് വരുന്നുണ്ട്. 7 സീറ്റർ വേരിയന്റിന് 27,64,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിനും ഏകദേശം ഒരു 20,000-30,000 ഡിസ്കൗണ്ട് ഇൻഷുറൻസിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഈ സെയിം ഫീച്ചേഴ്സ് വരുന്ന VX ഓപ്ഷണൽ ഹൈബ്രിഡ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 33,86,000 രൂപയാണ്. ഏകദേശം 7 ലക്ഷം രൂപയാണ് ആ വാഹനത്തിന് കൂടുതൽ വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ് അതായത് ZX ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40,31,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹൈക്രോസിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഒരു GX ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഇതിന് കമ്പനി 16 km/ലിറ്റർ മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും 10നും 12നും എനിക്ക് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ VX പോയി കഴിഞ്ഞാൽ നമ്മൾ 7 ലക്ഷം രൂപ കൂടുതൽ പേ ചെയ്ത് നമുക്കൊരു ഹൈബ്രിഡ് എഞ്ചിനുള്ള ഒരു വാഹനം ലഭിക്കുന്നു. ആ വാഹനത്തിന് നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന 20 km/ലിറ്റർ ഒക്കെയാണ് മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 15നും 16 ഇടയ്ക്കാണ് ആ വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു മൈലേജ് ഡിഫറൻസ്, ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡിഫറൻസിന് വേണ്ടി നിങ്ങളെ അഡീഷണൽ ആയിട്ട് പേ ചെയ്യുന്നത് ഏകദേശം 7 ലക്ഷം രൂപയുടെ അടുത്താണ്. ആ 7 ലക്ഷം രൂപ ഞാൻ GX വേരിയന്റിന്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. ആ 7 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് നമ്മൾ മന്ത്ലി ഏകദേശം ഒരു 7,000 രൂപ വെച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും. ആ ഇൻട്രസ്റ്റിലെ പൈസ വെച്ച് നമുക്ക് പെട്രോൾ അടിച്ചാലും എനിക്ക് തോന്നുന്നു ഈ വേരിയന്റ് ലാഭമാണ്. നിങ്ങളൊരു ഹൈക്രോസ് നോക്കുന്ന ഒരാളാണ്, നിങ്ങളെ ഹൈക്രോസ് എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് മോഡിഫൈ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്ന വേരിയന്റ് ഈ ഒരു GX ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഈ ഒരു വേരിയന്റ് എടുത്തിട്ട് അന്ന് അലോയ് വീൽസ് ചേഞ്ച് ചെയ്യുക, അത്യാവശ്യം വേണ്ട ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു VX വേരിയന്റിനേക്കാളും നല്ല സൂപ്പർ ലുക്കിൽ ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ വാഹനം വാല്യൂ ഫോർ മണി ആണെന്ന് പറയാനുള്ള റീസൺ. അതല്ല, നിങ്ങൾക്കൊരു ഹൈബ്രിഡ് വാഹനമാണ് വേണ്ടത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കണം, ക്യാബിനെല്ലാം വളരെ, ഓടിക്കുന്ന സമയത്ത് ആണെങ്കിൽ മീറ്ററിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി മൈലേജ് കൂടുതൽ കാണിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ, നിങ്ങൾക്ക് പൈസ അത്ര സ്പെൻഡ് ചെയ്യാൻ പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ VX ഓപ്ഷൻ അല്ലെങ്കിൽ ZX ഓപ്ഷൻ ഹൈബ്രിഡിലേക്ക് പോകാം. അതല്ല എങ്കിൽ
ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ GX ഓപ്ഷനിൽ തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനാണെങ്കിലും വളരെ ക്വയറ്റാണ്, വളരെ സൈലൻ്റ് ആണ്. ഇതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. കാല് കൊടുക്കുന്നതിനനുസരിച്ച് കയറി പോകുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹൈക്രോസിൻ്റെ GX ഓപ്ഷനിൽ എടുക്കണോ VX ഓപ്ഷനിൽ എടുക്കണോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ടൊയോട്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഏത് ടൊയോട്ടയുടെ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എറണാകുളത്തുള്ള കൈരളി ടൊയോട്ടയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.